മുഖ്യമന്ത്രിക്കെതിരെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മുഖ്യമന്ത്രിക്ക് നാണവും മാനവുമില്ലേ എന്ന് സുധാകരൻ. തന്റെ നാട്ടുകാരനായതിനാൽ ലജ്ജിക്കുന്നുവെന്നും ഇനി പ്രവർത്തകരെ തല്ലിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും അദ്ദേഹം ഇടുക്കിയിൽ പറഞ്ഞു. സുബിൻ തോമസ് ചേർന്നുണ്ട്. സുബിൻ, ഈ വണ്ടിപ്പെരിയാറിൽ പോക്സോ കേസ് വിധി വന്നതിന് ശേഷം പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കാണുന്നതിന് വേണ്ടി ഇന്ന് അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞു. അതിനിടയിലാണ് ഇങ്ങനത്തെ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പ്രധാനമായും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വഴിയിൽ ഈ മുഖ്യമന്ത്രിയുടെ ജന്മനടക്കുന്നത് ക്രൂരമായി മർദ്ദിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ KPCC പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് നേരത്തെ പ്രതികരണം അദ്ദേഹത്തിന് വാർത്തകൾ കിട്ടുന്നത്. അതിന്റെ തുടർച്ച എന്നുള്ളതാണ് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ തോന്നി പ്രധാനമായും ഈ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയെ കല്ലെറിയാനോ വടിവും കടിക്കാനോ അല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പോകുന്നത്. കരിങ്കൊടി കാട്ടുന്നത് അതൊരു പ്രതിഷേധത്തിന്റെ പ്രതീകമാണ്. കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. ഈ പ്രതിഷേധിക്കാൻ പാടില്ലെന്നാണ് പിണറായി വിജയന്റെ ആ ഒരു നിലപാടെങ്കിൽ കേരളം അതൊരു ഏകാധിപത്യ രാജ്യമായി പിണറായി വിജയൻ പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയും. KPCC ജനറൽ സെക്രട്ടറി ജോബിന്റെ വീട് ആക്രമിച്ചു. ഇത്തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വീട് ആക്രമിച്ചാൽ എങ്ങനെയിരിക്കും? ഇത്തരത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കൂടാതെ സമാധാനം പാലിക്കുന്നത് ദൗർലഭ്യമായി കാണരുതെന്ന് മുന്നറിയിപ്പും അദ്ദേഹം ഈ CPM ജില്ലാ നേതൃത്വത്തിൽ നൽകുന്നുണ്ട്. CPM എന്തിനാണ് ഇത്തരത്തിൽ അസഹിഷ്ണുതപ്പെടുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. തങ്ങളുടെ ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ മൗനം പാലിക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിൽ പ്രത്യാക്രമണം നടത്താത്ത സൗകര്യത്തിന്റെ ഭാഗമല്ല. തിരിച്ചടിക്കാൻ നൽകുന്ന ആളുകൾ യൂത്ത് കോൺഗ്രസിലും KSUലും അതൊന്ന് പറഞ്ഞാൽ അത്തരത്തിൽ തന്നെ തിരിച്ചു വരുന്ന കുട്ടികൾ ഉണ്ട് എന്നാണ് കെ സുധാകരൻ പ്രധാനമായും പറഞ്ഞത്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായാൽ നോക്കിയിരിക്കില്ല. പിണറായിയെ പട്ടിയെ എറിയുന്നത് പോലെ റോഡിലെറിയും അല്ലെങ്കിൽ റോഡിൽ കൈകാര്യം ചെയ്യുമെന്നാണ് KPCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ശരി, സുബിനാണ് വിവരങ്ങൾ നൽകിയത്.